മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ വിയോഗത്തിൽ ആദ്യമായും അനുശോചനം രേഖപ്പെടുത്തട്ടെ. പത്മശ്രീ ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ നേടിയ മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. മികച്ച വാഗ്മിയും അധ്യാപകനും ആയിരുന്നു. ഇന്ന് സംസ്ഥാനത്ത് 3677 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 14 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. 51,879 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 3,351 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 228 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 20 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 63,582 സാമ്പിളുകൾ പരിശോധന നടത്തി. 4,652 പേർ രോഗമുക്തരായി. പല സംസ്ഥാനങ്ങളും കോവിഡ് വ്യാപനത്തിൻ്റെ അടുത്ത തരംഗത്തിൻ്റെ വക്കിലാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. തൊട്ടു മുൻപത്തെ ആഴ്ചയിലെ കണക്കെടുത്ത് നോക്കിയാൽ 31% വർധനവാണ് രോഗികളുടെ എണ്ണത്തിൽ രാജ്യത്തുണ്ടായത്. ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനത്തിൻ്റെ തോത് വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ 5 സംസ്ഥാനങ്ങളിൽ 10% കൂടുതലാണ് വർധന. കേരളത്തിൽ രോഗികളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ കുറവാണ് കണ്ടുവരുന്നത്. കോവിഡ് വ്യാപനം തടയുന്നതിൻ്റെ പേരിൽ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെ കർണാടക സംസ്ഥാനം തടയുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. സവിശേഷ സാഹചര്യമനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാമെങ്കിലും അവ പൊതു മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാകാൻ പാടില്ല. ലോക്ക്ഡൗണിന് ശേഷം പുതിയ മാനദണ്ഡങ്ങൾ വന്ന സമയത്ത് അന്തർ സംസ്ഥാന യാത്രകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതാണ്. അത് പാലിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും തയ്യാറാകേണ്ടതാണ്. അല്ലെങ്കിൽ ജനങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാകും. കർണാടകയുടെ ഈ സമീപനത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. കേരളത്തിന് അനുകൂലമായ നടപടി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അന്തർ സംസ്ഥാന യാത്ര തടഞ്ഞതിന് ഒരു ന്യായീകരണവുമില്ലാത്തതാണ്. ഒരു സമയത്ത് ഏകദേശം 150 മരണങ്ങളും 10,000-ലധികം കേസുകളും ഉണ്ടായിരുന്ന സാഹചര്യം കർണാടകത്തിലുണ്ടായിരുന്നു. കർണാടകയിലെ 2020 നവംബറിൽ തന്നെ ഏകദേശം 46% ആളുകൾക്ക് കോവിഡ് വന്നതായാണ് അവരുടെയും ICMRൻ്റെയും സെറോ പ്രിവലൻസ് സർവേ ഫലങ്ങൾ കാണിക്കുന്നത്. അതായത് ഏകദേശം 3 കോടി ആളുകൾക്ക്
അവിടെ കോവിഡ് വന്നു പോയിട്ടുണ്ടാകും. ഇതാണ് ഈ പഠനങ്ങൾ കാണിക്കുന്നത്. അതിൻ്റെ 10 ആളുകൾക്ക് പോലും കേരളത്തിൽ ഇതുവരെ കോവിഡ് ബാധ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ റിപ്പോർട്ടിംഗ് സംവിധാനത്തിൻ്റെ മികവ് കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അവിടെ 30 പേർക്ക് രോഗം വരുമ്പോൾ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ കേരളത്തിൽ 3 പേർക്ക് രോഗം വരുമ്പോൾ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ കേസുകൾ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന പ്രതീതി ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇവിടെ നമ്മൾ രോഗം കൂടുതൽ കാര്യക്ഷമമായി കണ്ടെത്തുന്നു എന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. കോവിഡ് മൂലം രാജ്യത്ത് ഏറ്റവും കുറച്ച് മരണനിരക്കുള്ള, ഏറ്റവും കാര്യക്ഷമമായി രോഗം കണ്ടെത്തുന്ന, രോഗികൾക്ക് മികച്ച ചികിത്സയും പരിചരണവും നൽകുന്ന കേരളത്തെ വസ്തുതകൾ മൂടിവെച്ച് താറടിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ അനുഭവങ്ങളെ മായ്ച്ചു കളയാൻ ഈ വ്യാജ പ്രചാരകർക്ക് സാധിക്കില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന വാക്സിൻ മുൻഗണനാക്രമമനുസരിച്ച് ചിട്ടയായി കേരളത്തിൽ നൽകി വരികയാണ്. കേന്ദ്ര സോഫ്റ്റ്വെയറിൻ്റെയും മറ്റും തകരാറുകൊണ്ട് ചിലർക്ക് വാക്സിൻ കിട്ടാതെ പോയത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ബന്ധപ്പെടുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ രോഗപ്രതിരോധം ശക്തിപ്പെടുത്തുന്നതോടൊപ്പം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകി വരുന്ന വാക്സിൻ വിതരണത്തിലൂടെ ഈ ലക്ഷ്യം കൈവരിക്കാൻ മാസങ്ങളെടുക്കും. അതുവരെ കാത്തു നിൽക്കുന്നത് വിഷമകരമാണ്. കരുതൽ നടപടികൾ വിജയകരമായിരുന്നതുകൊണ്ട് കേരളം നേരിടുന്ന പ്രത്യേക പ്രതിസന്ധി പരിഗണിച്ച് കൂടുതൽ വാക്സിൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം പൊതുവിപണിയിൽ ടെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലെന്ന പോലെ സ്വകാര്യ സംരംഭകർക്കും വാക്സിൻ മിതമായ വിലക്ക് വിതരണം ചെയ്യാൻ അനുമതി നൽകണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ കരൾ മാറ്റിവെക്കൽ സർജറി ഉടനെ ആരംഭിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതിനായി സർജിക്കൽ ഗാസ്ട്രോ വിഭാഗം ആരംഭിക്കുന്നതിന് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, 2 അസിസ്റ്റൻറ്റ് പ്രൊഫസർ, 4 സീനിയർ റെസിഡൻറ്റ്, ഇത്രയും തസ്തികകൾ ഫെബ്രുവരി 19 സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന് ഇടുക്കിയിൽ കട്ടപ്പന വെച്ച് ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനസംഖ്യയുടെ 3.2% അധിവസിക്കുന്നത് ഇടുക്കിയിലാണ്. അവിടുത്തെ ജനങ്ങളിൽ നല്ലൊരു ഭാഗം ദുർബല വിഭാഗങ്ങളാണ്.
കേരളത്തിൻ്റെ പെരുമയായ മലഞ്ചരക്കുകളുടെയും തോട്ടവിളകളുടെയും വിളഭൂമിയാണ് ഇടുക്കി. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ സിംഹഭാഗവും ഇടുക്കിയിൽ നിന്നാണ്. ഇവിടുത്തെ പശ്ചിമഘട്ട മലനിരകൾ ഉറപ്പു നൽകുന്ന പാരിസ്ഥിതിക സന്തുലനാവസ്ഥയെ ആശ്രയിച്ചാണ് മധ്യ കേരളത്തിൻ്റെ നിലനിൽപ്പ്. രൂക്ഷമായ കാർഷിക തകർച്ച, ബദൽ തൊഴിലാളികളുടെ അഭാവം, പാരിസ്ഥിതിക ഇടർച്ച തുടങ്ങിയവ മൂലം 2 ദശാബ്ദങ്ങളായി ഇടുക്കി നേരിടുന്ന പ്രതിസന്ധിയുണ്ട്. ഇടുക്കിയുടെ പല പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി 5 വർഷം കൊണ്ട് നടപ്പാക്കുന്ന 12,000 കോടി രൂപയുടെ പാക്കേജാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അടങ്കൽ ഇതിനു പുറമെയാണ്. ഇത്രയും വലിയ തുക ഏകോപിതമായും കാര്യക്ഷമമായും ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ മുഖച്ഛായ മാറും. ഈ പാക്കേജിൻ്റെ നടത്തിപ്പിനായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുകയും മാസം തോറും അവലോകനം നടത്തുകയും ചെയ്യും. ഇടുക്കിയുടെ സമഗ്ര വികസനവും സമ്പദ് സമൃദ്ധിയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇന്ന് പ്രഖ്യാപിച്ച പാക്കേജിന് 6 പ്രധാന തൂണുകളാണുള്ളത്. ഒന്ന്, കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സ്ഥായിയായ രീതികളിലൂടെ കൃഷിയുടെയും മൃഗപരിപാലനത്തിൻ്റെയും ഉൽപ്പാദനക്ഷമത ഉയർത്തുക. 2, മൂല്യവർദ്ധിത സംസ്കരണ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. 3, ടൂറിസം വികസിപ്പിക്കുക. 4, ഭൗതിക സാമൂഹ്യ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. 5, ദാരിദ്ര്യം തുടച്ചു നീക്കുക. 6, പരിസ്ഥിതി സന്തുലനാവസ്ഥ പുനഃസ്ഥാപിക്കുക. ഇടുക്കി ജില്ലയുടെയും അതുവഴി സംസ്ഥാനത്തിൻ്റെ ആകെയും പുരോഗതി ഉറപ്പാക്കുന്നതാണ് ഈ പാക്കേജ്. ആഴക്കടൽ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതിലൊരു കാര്യം ആവർത്തിക്കുകയാണ്. ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ്. അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി സാധ്യമായതെല്ലാം ചെയ്യും. EMCC ഇൻ്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കേരള സർക്കാർ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ തകർക്കുമെന്നുമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. അതിൽ നിന്ന് ചില തിരുത്തലുകൾ പിന്നീട് അദ്ദേഹം വരുത്തി. അദ്ദേഹം മാറി മാറി ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ്. സംഭവങ്ങളുടെ നാൾവഴി പരിശോധിച്ചാൽ അത് തെളിയും. അസൻ കേരള 2020 117 താൽപ്പര്യപത്രങ്ങളും 34 ധാരണാപത്രങ്ങളും സംരംഭകരുമായി സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട്. കേരളത്തിൽ നിക്ഷേപം നടത്താൻ താൽപ്പര്യപ്പെട്ടു വരുന്ന സംരംഭകരുമായി ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലുള്ള ധാരണാപത്രമാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. അതിൽ
കേരള സർക്കാർ നയങ്ങൾക്കും ചട്ടങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അനുസൃതമായുള്ള പ്രോത്സാഹനവും പിന്തുണയും നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കോർപ്പറേറ്റുകൾ ഉൾപ്പെടെയുള്ള ഒരുവിധ കോർപ്പറേറ്റുകളെയും അനുവദിക്കില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഫിഷറീസ് നയം. ആ നിലക്ക് KSIDC MD ഒപ്പിട്ട ധാരണാപത്രം ഒരു കാരണവശാലും ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പ്രോത്സാഹനം നൽകുന്ന ഒന്നല്ല. സർക്കാർ നയങ്ങൾക്കനുസൃതമായ പിന്തുണയും സഹകരണവുമാണ് ധാരണാപത്രത്തിൽ വാഗ്ദാനം ചെയ്യുന്നത്. സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യത്തിന് ഈ പിന്തുണ ലഭ്യമാകില്ല. അതുകൊണ്ട് തന്നെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കേരള സർക്കാർ പിന്തുണയും സഹകരണവും നൽകുന്നു എന്ന ആരോപണത്തിന് വസ്തുതകളുടെ പിൻബലമില്ല. തീർത്തും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ഉത്തരവാദപ്പെട്ട സ്ഥാനം വഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് പൊതുമണ്ഡലത്തിൽ ഉന്നയിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളും പൊതുസമൂഹവും തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട്. ആ കാരണത്താൽ അതീവ ജാഗ്രതയോടെ അത്തരമൊരു ജാഗ്രതയുടെ ഭാഗമായി സർക്കാർ ഈ ധാരണാപത്രം റദ്ദാക്കാൻ KSIDC മാനേജിംഗ് ഡയറക്ടർക്ക് വ്യവസായ മന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ചെയ്ത എന്തെങ്കിലും തെറ്റായ കാര്യമല്ല റദ്ദാക്കുന്നത്. പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണയുടെ ഒരു കണിക പോലും അവശേഷിക്കരുത് എന്ന നിർബന്ധമുള്ളതുകൊണ്ടാണ് ധാരണാപത്രം റദ്ദാക്കിയത് എന്നാണ് വ്യക്തമാക്കാനുള്ളത്. LDF സർക്കാരിന് ലഭിക്കുന്ന സ്വീകാര്യത പ്രതിപക്ഷ നിലയിലുണ്ടാക്കിയ അസ്വസ്ഥത പല രീതിയിൽ പുറത്തു വരുന്ന നാം കാണുന്നുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരികയും അസാധാരണമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുകയാണ്. കർഷകർക്ക് വേണ്ടി അദ്ദേഹം ട്രാക്ടർ ഓടിക്കുന്നു. മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി കടലിൽ നീന്തുകയും ചെയ്യുന്നു. അദ്ദേഹം കേരളത്തോട് കാണിക്കുന്ന ഈ താൽപ്പര്യത്തിൽ നന്ദിയുണ്ട്. ജനുവരി 16 ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഡൽഹിയിലെ കർഷക സമരസ്ഥലത്ത് ഏകദേശം 70ഓളം പേർ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ ഒന്നടങ്കം പിടിച്ചുലക്കുന്ന കർഷക സമരത്തെ പാടെ അവഗണിച്ചുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നതാണ് നാം കാണുന്നത്. ഏതായാലും ഇക്കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കത പ്രശംസനീയമാണ്. 1990കളുടെ നടപ്പിലാക്കിയ നവ ഉദാരവൽക്കരണ നയങ്ങളെ തുടർന്നാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ച രീതിയിൽ ഇന്ത്യയിൽ കർഷക ആത്മഹത്യകൾ ആരംഭിച്ചത്.
വിപണിയുടെ നീതിരഹിതമായ മത്സരത്തിന് വിട്ടുകൊടുത്തുകൊണ്ടും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകേണ്ട പിന്തുണയും സുരക്ഷയും പിൻവലിച്ചുകൊണ്ടും കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണുണ്ടായത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഈ കാലയളവിൽ ഏകദേശം 3 ലക്ഷം കർഷകർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. അതിന്നും തുടരുകയാണ്. അതിന് കാരണമായത് കോൺഗ്രസ് നടപ്പിലാക്കിയ, ഇന്നും അവരുടെ അജണ്ടയായി മുന്നോട്ട് വെക്കുന്ന നയങ്ങളും ഭരണപരിഷ്കാരങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വയനാട് ജില്ലയിൽ എന്താണ് സംഭവിച്ചത് എന്നെങ്കിലും തിരക്കാൻ തയ്യാറാവണം. വയനാടിൻ്റെ നട്ടെല്ലായിരുന്ന കാപ്പി, കുരുമുളക് കൃഷികൾ എങ്ങനെയാണ് തകർന്നടിഞ്ഞത്? ഇന്ത്യയിലെ കാർഷിക പ്രതിസന്ധിയുടെ ആഴം ലോകത്തെ അറിയിച്ച സുപ്രസിദ്ധ പത്രപ്രവർത്തകൻ പി സായിനാഥ് പറയുന്നത് പ്രകാരം ഏകദേശം 6000 കോടി രൂപയുടെ നഷ്ടമാണ് 2000-ൻ്റെ ആദ്യ 4-5 വർഷങ്ങൾക്കുള്ളിൽ വയനാട് ജില്ലയിലെ കാപ്പി, കുരുമുളക് കൃഷികളിൽ മാത്രം സംഭവിച്ചത്. അതുകൊണ്ട് മാത്രം ആയിരക്കണക്കിന് കർഷകരും കർഷക തൊഴിലാളികളുമാണ് ആത്മഹത്യ ചെയ്തത്. അത് മനസ്സിലാക്കാതെ കൊടിയ ശൈത്യത്തിൽ മരണത്തോട് മല്ലിട്ട് രാജ്യതലസ്ഥാനത്തെ തെരുവുകളിൽ കർഷകർക്ക് ഇപ്പോഴും സമരം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കോൺഗ്രസ് തുടങ്ങി വെച്ച നിർദ്ദയം നടപ്പാക്കിയ കർഷക വിരുദ്ധ നയങ്ങളുടെ ഫലമായാണ് ഇതെല്ലാം സംഭവിച്ചത്. കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് കർഷകരുടെ രക്തം കോൺഗ്രസിൻ്റെ കൈകളിൽ പറ്റിയിരിക്കുകയാണ്. അനാഥമാക്കപ്പെട്ട അത്രയും കുടുംബങ്ങളുടെ ദുരിത ജീവിതങ്ങൾ ഓർക്കണം. ഈ പാതകങ്ങൾക്ക് കർഷകരോട് രാഹുൽ ഗാന്ധി കോൺഗ്രസ്സിന് വേണ്ടി നിരുപാധികം മാപ്പ് പറയുകയാണ് വേണ്ടത്. ഈ നയങ്ങൾ തിരുത്തുകയാണ് വേണ്ടത്. രാജ്യത്ത് പുതിയ ബദലുകളാണ് വേണ്ടത്. അതിനുള്ള ആർജവം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുമോ? ഇതാണ് സാധാരണഗതിയിൽ ആരും ഉറ്റുനോക്കുന്നത്. രാഹുൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും കേരളത്തിൽ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കേരളം എല്ലാ കാര്യത്തിലും പിന്നിലാണെന്നും ഇവിടെ ആകെ കുഴപ്പമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ അഴിമതിയുടെയും അരാജകത്വത്തിൻ്റെയും നാടാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. രാഹുലും അത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. കേരളം പോലെ സാക്ഷരരും സാംസ്കാരിക സമ്പന്നരുമായ ജനങ്ങളുള്ള നാട് അരാജകത്വത്തിലാണെന്ന് പറയുന്നവർ ഈ നാടിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല എന്നത് ഉറപ്പ്. അഴിമതി തുടച്ചു നീക്കുന്നതിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. അതിൻ്റെ ഫലം ജനങ്ങൾക്ക് ലഭിക്കുന്നുമുണ്ട്.
രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. 2019 സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസും ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ഇന്ത്യയും ലോക്കൽ സർക്കിൾസും നടത്തിയ കറപ്ഷൻ സർവേയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. അതേസമയം രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് യു പിയിലാണെന്ന് പറഞ്ഞത് അവിടുത്തെ BJP MLA തന്നെയാണ്. 2020 ജൂലൈയിലാണ് ശ്യാം പ്രകാശ് എന്ന BJP MLA ഇത് പറഞ്ഞത്. യു പിയിലെ വൈദ്യുതി മന്ത്രി ശ്രീകാന്ത് ശർമ്മ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് തൻ്റെ വകുപ്പിലാണെന്ന് 2021 ജനുവരിയിൽ പറയുകയുണ്ടായി. കേരളത്തിലെ യുവാക്കൾ ജോലി കിട്ടാതെ നാടുവിടുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കണ്ടെത്തൽ. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ ലോകത്തെമ്പാടും തൊഴിൽ തേടി പോകുന്നത് ലോകത്തെവിടെയും തൊഴിൽ ചെയ്യാൻ അവർക്ക് പ്രാപ്തിയുള്ളതുകൊണ്ടാണ്. കേരളത്തിലെ അതിഥി തൊഴിലാളികളിൽ 15% പേർ ഉത്തർപ്രദേശിൽ നിന്നാണ്. അത് ജോലി കിട്ടാതെ നാടുവിടുന്നതുകൊണ്ടാണോ? അവർക്ക് ഇൻഷുറൻസ്, പരിരക്ഷയടക്കം മികച്ച സൗകര്യങ്ങൾ കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ കേരളത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനാണ് സർക്കാർ നോക്കുന്നത് എന്നാണ് യു പി മുഖ്യമന്ത്രിയുടെ മറ്റൊരു പരാമർശം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ ഈ 5 വർഷത്തിനിടയിൽ ഒരു വർഗീയ കലാപവും നടക്കാത്ത നാടാണിത്. രാജ്യത്ത് തന്നെ മതേതരത്വ മൂല്യങ്ങൾക്ക് വില നൽകുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. എന്നാൽ യു പിയിലെ സ്ഥിതി എന്താണ്? എത്ര വർഗീയ കലാപങ്ങളും വിദ്വേഷ പ്രവർത്തനങ്ങളുമാണ് അവിടെ നടക്കുന്നതെന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് യു പിയിലാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2017 റിപ്പോർട്ട് പ്രകാരം 4324 കൊലപാതകങ്ങളാണ് യു പിയിൽ നടന്നത്. ഈ അടുത്താണ് ഒരു DSP അടക്കം 8 പോലീസുകാർ അവിടെ ഗൂണ്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എത്രയെത്ര ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളാണ് അവിടെ നടക്കുന്നത്. സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ ക്രൈം രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം യു പിയാണ്. 2019 റിപ്പോർട്ടനുസരിച്ച് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ യു പിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ക്രമാതീതമായാണ് വർദ്ധിച്ചത്. 667% വരെ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. 3.5 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത്. യു പിയിലാകട്ടെ 20.5 കോടിയും. കേരളത്തേക്കാൾ 6 ഇരട്ടി ജനസംഖ്യ കൂടുതൽ. കേരളത്തിൽ കോവിഡ് ടെസ്റ്റുകൾ ഇതിനോടകം
1,10,00,000 കഴിഞ്ഞു. കേരളത്തേക്കാൾ 6 ഇരട്ടി ജനസംഖ്യയുള്ള യു പിയിലാകട്ടെ കണക്കുകൾ പ്രകാരം ഏകദേശം 3 കോടി പരിശോധനകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ടെസ്റ്റ് പെർ മില്യൺ നിരക്ക് യു പിയേക്കാൾ ഇരട്ടിയാണ് കേരളത്തിൽ. കോവിഡ് മരണങ്ങളെ തടയുന്ന കാര്യത്തിലും യു പി വളരെ പിറകിലാണ്. മരണനിരക്ക് പിടിച്ചു നിർത്തുന്നതിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. കേരളത്തിന് കേന്ദ്രത്തിൻ്റെ പണം മതി എന്നാണ് മറ്റൊരാരോപണം. യാഥാർത്ഥ്യം എന്താണ്? കേരളത്തിന് അർഹതപ്പെട്ട നികുതി വരുമാനം പോലും നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. GST ഏർപ്പെടുത്തിയതിനു ശേഷം കേരളത്തിൽ നിന്നും 1 രൂപ നികുതി പിരിച്ചാൽ അതിൽ 50 പൈസ പോലും സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല. രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ 2.6% കേരളത്തിലാണ്. എന്നാൽ രാജ്യത്ത് മൊത്തം ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 1.9% മാത്രമാണ് കേരളത്തിന് നൽകുന്നത്. ഇതാണ് കേരളത്തിന് കേന്ദ്രം നൽകുന്ന പണത്തിൻ്റെ അവസ്ഥ. ഇതൊക്കെയാണെങ്കിലും പുതിയ വികസന മാതൃക തന്നെ കേരളം സൃഷ്ടിച്ചുവെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്കൂളുകളും റോഡുകളും പാലങ്ങളും ആശുപത്രികളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും കിഫ്ബി ധനസഹായത്തോടെയാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയത്. നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമതാണ്. 2016 മുതൽ 2020 വരെ മികച്ച ഭരണം കാഴ്ചവെച്ച ഇന്ത്യൻ സംസ്ഥാനമായും കേരളത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശിനെ BJP മാതൃകാ സംസ്ഥാനമാക്കി മാറ്റി എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. എന്തായാലും കേരളം ആ മാതൃകയല്ല പിന്തുടരുന്നത്. വയനാട് MP കൂടിയായ ശ്രീ രാഹുൽ ഗാന്ധിക്കും UP മുഖ്യമന്ത്രിയായ ശ്രീ യോഗി ആദിത്യനാഥിനും കേരളത്തെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടാണെങ്കിലും ഇടതുപക്ഷത്തിനെതിരെ ഒരേ വികാരമാണ്. അതിലവർ വല്ലാതെ ഐക്യപ്പെടുന്നു. ഇവിടെ ഒരു കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളം മുന്നോട്ട് പോകുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ്. ആരുടെയും, പ്രത്യേകിച്ച് ഇതുപോലുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ലക്ഷ്യമിട്ടല്ല കേരളം മുന്നോട്ട് പോകുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ അതിന് താല്പര്യപ്പെടുന്നുമില്ല. നാടിൻ്റെ സമ്പത്ത് തീരെഴുതി കൊടുക്കുന്നതിനും ജനങ്ങളെ ദ്രോഹിക്കുന്നതിനും ഒരേ നയം പിന്തുടരുന്നവരാണ് ഈ രണ്ടു കൂട്ടരും, കോൺഗ്രസും BJPയും. അതിൻ്റെ പ്രതിനിധികളായി രാഹുൽ ഗാന്ധിയും ആദിത്യനാഥും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരേ സ്വരം ഉയരും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആസൂത്രിതമായ നുണപ്രചരണവും പ്രഹസനങ്ങളുമായി എത്തിയാൽ
കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാം എന്നാരും കരുതരുത്. ഒരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഗുജറാത്തിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഈയിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ അസാധാരണമായ ഒരു രാഷ്ട്രീയ സംഭവമുണ്ടായി. 2 സീറ്റിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. BJPയെ നേരിട്ട് എതിർക്കാനുള്ള ശക്തി പോലും കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനുപോലും കഴിയുന്നില്ലെങ്കിൽ ഈ എതിർപ്പ്, വിയോജിപ്പ് രേഖപ്പെടുത്തുക എന്നത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനമാണല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ജയിക്കും തോക്കും. പക്ഷേ എതിർപ്പും വിയോജിപ്പും രേഖപ്പെടുത്താനുള്ള സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിയുന്നില്ലെങ്കിൽ കോൺഗ്രസ്സിന് എന്താണ് പ്രസക്തി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഇങ്ങനെയൊരു പാർട്ടിയുടെ നേതാവ് കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ അപവാദം പറയുമ്പോൾ അതിന് സഹതപിക്കാൻ മാത്രമേ കഴിയൂ. കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിൽ നമ്മുടെ നാട്ടുകാരുമുണ്ടല്ലോ. ഗുജറാത്ത് സംഭവത്തെപ്പറ്റി അവർക്കെന്താണ് പറയാനുള്ളത് എന്നത് അറിയാൻ സ്വാഭാവികമായും ഇവിടെയുള്ളവർക്ക് താല്പര്യം കാണും. അത് കഴിഞ്ഞ് പുതുച്ചേരിയിലെ കാര്യം പറയാനുമുള്ള ബാധ്യത അവർക്കുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെയും BJPയുടെയും വലിയ നേതാക്കൾ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിൻ്റെയും ഈ സംസ്ഥാനത്തിൻ്റെയും മേക്കിട്ട് കയറുമ്പോൾ അവർ തമ്മിലുള്ള അന്തർധാര എന്താണെന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഈ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചത്.